ഹായ് ഫ്രണ്ട്സ്, ഹോം ഫ്ലേവേഴ്സ് കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇടിയപ്പം മസാലയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാനുണ്ടാക്കുന്ന ഇടിയപ്പം അധികം വരികയാണെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഐറ്റമാണിത്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: ഇടിയപ്പം ഞാനൊരു 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് മസാല തയ്യാറാക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ: സവാള ഉള്ളി 2 എണ്ണം, ക്യാരറ്റ് 2, തക്കാളി 1, പച്ചമുളക് 2 എണ്ണം, മല്ലിയില കുറച്ച്, കറിവേപ്പില 1 തണ്ട്, മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മസാലപ്പൊടി 1 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഓയിൽ ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ. ഇനി നമുക്ക് ഈ പച്ചക്കറി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി പച്ചക്കറി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മസാല തയ്യാറാക്കുന്നതിന് മുമ്പ് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇടിയപ്പം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇടിയപ്പം നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം. നമുക്കിതൊന്ന് തയ്യാറാക്കി തുടങ്ങാം. അതിനായി ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കും. അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കണം. ഞാൻ കടുകിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലായിരുന്നു. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുവാണേ. ക്യാരറ്റ് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തത് ക്യാരറ്റ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഉള്ളിയൊക്കെ നല്ല അത്യാവശ്യമായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വഴന്ന് കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് തക്കാളിക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം.
ഒരു പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. മസാല നല്ല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇടിയപ്പം ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശകല ഉപ്പിൻ്റെ കുറവുണ്ട്. ശകല ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നല്ല പരുവത്തിനായിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം മസാല റെഡിയായി. നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 തുള്ളി പൈനാപ്പിൾ എസൻസ് ചേർക്കുകയാണ്. അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആവശ്യമുള്ളവർ ചേർത്താൽ മതി. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. പൈനാപ്പിൾ എസൻസ് ചേർത്താൽ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഒരു മണം കൂടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തത്. ഇപ്പം നമ്മുടെ ഇടിയപ്പം മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.